ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. നമ്മൾ എല്ലാവരും കാത്തിരുന്ന അസിസ്റ്റന്റ് പ്രോഗ്രാമർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അസിസ്റ്റന്റ് മാനേജർ IT എന്നീ തസ്തികകളുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. കോമൺ എക്സാം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് ആദ്യത്തെ പോസ്റ്റിന്റെ, ഞാൻ പറഞ്ഞു 4 ഡിഫറെന്റ് പോസ്റ്റ് ആണ്. ആദ്യത്തെ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 442/2025 ആണ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാമർ. നെയിം ഓഫ് ഫോം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കാണ്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ആപ്ലിക്കൻസിന്റെ എണ്ണം 15,499 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ മത്സ്യഫെഡ് ആണ്. അതിന്റെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 460/2025. അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസും 13,514 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ പോസ്റ്റ് വരുന്ന മാനേജർ IT ഇൻ മത്സ്യഫെഡ് ആണ്. അതിന്റെ കാറ്റഗറി നമ്പർ 609/2025. ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വരുന്ന 915 ആണ്. ഇനി നാലാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ IT ഇൻ മത്സ്യഫെഡ് ആണ്. കാറ്റഗറി നമ്പർ 614/2025. ടോട്ടൽ എത്ര നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. നമുക്ക് 9,921 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി എക്സാം ഡേറ്റ് ശ്രദ്ധിക്കുക, 20/5/2026 പരീക്ഷ വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ എലിജിബിൾ ആയിട്ട് ഉള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നമ്മൾ നോക്കി. ഈ ആപ്ലിക്കൻസ് ഈ ഒരു എക്സാമിന് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഡേറ്റ് ഓഫ് കൺഫർമേഷൻ 27/2/2026 മുതൽ 18/3/2026, അതായത് മാർച്ച് 18 വരെയാണ് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിന്റെ സിലബസ് ഓവർവ്യൂ നോക്കാം. അപ്പൊ സിലബസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഒരു ഓവർവ്യൂ നോക്കാം. ഫസ്റ്റ് നമുക്ക് മൊഡ്യൂൾ വരുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 12 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. രണ്ടാമത്തെ മൊഡ്യൂൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, 14 മാർക്കാണ് വരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C, 12 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ഇനി അടുത്തത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++, ജാവ, 12 മാർക്കിന്റെ മൊഡ്യൂൾ ആണ്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂൾ വരുന്നത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, 12 മാർക്കാണ്. ഇനി ആറാമത്തെ മൊഡ്യൂൾ വരുന്നത് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ്, 12 മാർക്കാണ് വരുന്നത്. ഇനി അടുത്ത ഏഴാമത്തെ മൊഡ്യൂൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് ആണ്, 14 മാർക്കിന്റെ മൊഡ്യൂൾ ആണ് വരുന്നത്. ഇനി എട്ടാമത്തെ മൊഡ്യൂൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്, 12 മാർക്കിന്റെ മൊഡ്യൂൾ ആണ് വരുന്നത്. അപ്പം ഇതിന്റെ എക്സാമിന് നമുക്കിനി വളരെ ചുരുങ്ങിയ ദിവസമാണ് വരുന്നത്. ഏകദേശം ഒരു 75 ഡേയ്സോളം ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇതുവരെ തയ്യാറെടുക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടെക് PSC ഒരു ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് ആണ് വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും. ലൈവ് സെഷൻസും ഉണ്ടായിരിക്കും, റെക്കോർഡഡ് സെഷൻസും ഉണ്ട്. ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസ് കിട്ടും. ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യും. ടോപ്പിക് വൈസ് എക്സാംസിൽ കൂടുതലും PVQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കേരള PSCയുടെയും അതർ സ്റ്റേറ്റ് PSCയുടെയും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ആവുന്ന സ്റ്റുഡൻസിന് ഇന്റർവ്യൂ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് എലിജിബിൾ ആയിട്ടുള്ള ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ കൺഫർമേഷൻ എത്രയും വേഗത്തിൽ കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് വരുന്ന 18/3/2026 ആണ്. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.